നമ്മൾ ഉദ്ദേശിച്ചൊരു വിലന്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ നമുക്കൊരു സമാധാനക്കേടാ. പിന്നെ എന്തെങ്കിലും ഒരു കുട്ടിക്ക് ചെറിയ പനി ഉണ്ടായെങ്കിൽ ഞാൻ വിചാരിക്കും ഇതുകൊണ്ടായിരിക്കും. സത്യം, ഒരു ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ അല്ലെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അതായിട്ട് കണക്ട് ചെയ്യാം. നമുക്കിപ്പോ 10 ലക്ഷം ഉണ്ടായിട്ട് 1 ലക്ഷം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു മാസം അവിടെ കിടക്കുന്നതും ഈ 10 ലക്ഷം ഇല്ലാതെ 9 ലക്ഷം ബാക്കി ഉണ്ടാവുന്നല്ലോ. ഈ 9 ലക്ഷം ഇല്ലാതിരിക്കണം വെച്ച് നോക്കുകയാണെങ്കിൽ, മര്യാദയ്ക്ക് ജീവിക്കണം നോക്കുകയാണെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ 9 ലക്ഷം ഇല്ല, ഇപ്പൊ ഞാൻ ജീവിക്കണമാണ് എനിക്ക് സന്തോഷം അല്ലെങ്കിൽ സമാധാനം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ടെൻഷനാണ് അല്ലെ? നമ്മളെ വീട്ടുകാർ, നിങ്ങളെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഏതാ ദേവാലയത്തിലാണ് കാര്യം? പള്ളിയിലാണോ, ചർച്ചിലാണോ, അല്ലെങ്കിൽ അമ്പലത്തിലാണോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഏറ്റവും ആത്മാർത്ഥത കൂടിയിട്ട് മനുഷ്യൻ പ്രാർത്ഥിക്കണത് ഹോസ്പിറ്റൽ ICUവിന് മുന്നിലാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും ആത്മാർത്ഥത കൂടിയിട്ട് പ്രാർത്ഥിക്കണത്. ചിലപ്പെങ്കിലും അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ICUവിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരമ്പലത്തിലും അത്ര ആത്മാർത്ഥമായിട്ട് ഒരാൾക്കും പ്രാർത്ഥിക്കാൻ കഴിയില്ല. അപ്പോഴൊക്കെ അവന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും. പക്ഷെ ICUവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക, ഒരൊറ്റ ചിന്ത ഉണ്ടാവുള്ളൂ, അതിനകത്ത് കിടക്കുന്ന ആളുടെ ജീവൻ, അയാളുടെ ആരോഗ്യം, അല്ലെ? ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇത്രയും ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടെക്നീഷ്യൻ, നല്ല മനുഷ്യൻ തന്നെ ആവും. നമ്മൾ ഇതിന്റെയൊക്കെ അപ്പുറം നിങ്ങൾ നല്ല ടെക്നീഷ്യൻ ആണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം നല്ല മനുഷ്യനും കൂടി നമുക്ക് ആകാൻ പറ്റിയാലേ അതിലൊരു അർത്ഥമുള്ളൂ. നമുക്ക് നല്ല പണിയൊക്കെ അറിയാം, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആൾക്കാരെ പറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാല് പറ്റിക്കാൻ പറ്റും. ഇത് താൽക്കാലികമായിട്ട് നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റും. എത്ര വലിയ കോടീശ്വരനാകാൻ പറ്റും. പക്ഷെ നമുക്ക് ആ പൈസ ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും.